ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പെരുന്നാളുകളുടെയും ഉത്സവങ്ങളുടെയും ഒക്കെ സമയമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്പലങ്ങളിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി മരണങ്ങൾ നടന്നൊരു സമയമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ചേട്ടാ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും അമ്പലങ്ങളിൽ ആനയിടഞ്ഞ് പലർക്കും പരിക്കേൽക്കുകയും മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ കരിമരുന്ന് പ്രയോഗം മരണത്തിനിടയാക്കിയിട്ടുണ്ട്, വലിയ വലിയ അപകടങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ മേലധികാരികൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ശ്രീനാരായണ സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞൊരു കാര്യമാണ്, ആചാരങ്ങൾ മാറ്റേണ്ടവയാണെങ്കിൽ മാറ്റണം, അതായത് പരിഷ്കൃത സമൂഹത്തിന് അനുയോജ്യമായ രീതിയിൽ ആചാരങ്ങളെ മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ വരെ ആചാരങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞു തുടങ്ങി. പക്ഷെ ഒരു വിഭാഗം ഇപ്പോഴും ഇതിനൊന്നും തയ്യാറല്ല. അവർ ആ ഒരു എന്താ പറയുക, എത്ര നാളും വന്ന ഒരു രീതിയിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതുമായി നമുക്ക് എന്താ അത് ഈ പറഞ്ഞ ഇതിൽ നിന്ന് മാറാൻ തയ്യാറാവാത്ത ആൾക്കാർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് കാണുന്നത്. കാരണം ഒരിക്കലും ഇപ്പം ശ്രീനാരായണൻ്റെ കാര്യം എടുത്താലും 100 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞതാണ് കരിമരുന്നും ക്ഷേത്രങ്ങളിൽ വേണ്ടെന്നുള്ളത്. അതൊരു ആചാരമല്ല. കാരണം വേറെ പറയുന്ന പോലെ നമ്മൾ ഈ ലോകത്തുള്ള ഹിന്ദുക്കളിലെ 1% മാത്രമാണ് കേരളത്തിലുള്ളത്. ഇവിടെയാണ് ഈ ആനയും വെടിക്കെട്ടുമെല്ലാം നടത്തുന്നത്. വേറെ സ്ഥലത്തും ആൾക്കാർ ആഘോഷിക്കുന്നുണ്ട്, അവരുടെ ക്ഷേത്രങ്ങളിൽ ഉത്സവമുണ്ട്, എല്ലാ വർഷവും നടത്തുന്ന ആചാരങ്ങളുണ്ട്, വേറെ ചടങ്ങുകളാണ്, പല രീതിയിലുള്ള ചടങ്ങുകളുണ്ട്. പക്ഷേ ഈ വെടിമരുന്ന് പ്രയോഗവും പിന്നെ ഈ പോലെ ആനകളെ അതൊരു കണക്കില്ലാത്ത രീതിയിൽ ആനകളെ ചെറിയ ക്ഷേത്ര മൈതാനത്ത് 10-15 ആനകളൊക്കെ ഒരുമിച്ച് ഇടുങ്ങി നിൽക്കുന്നത് അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. എത്ര പേര് മരിച്ചിട്ടുണ്ട് കേരളത്തിൽ, ഒന്ന് കണക്കെടുത്ത് നോക്കി അറിയാൻ പറ്റും. ഈ കാട്ടാന ശല്യം കാരണം മരിക്കുന്ന പോലെ തന്നെ നാട്ടാന ശല്യം കാരണം മരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നേരം ആരും ഗൗരവമായിട്ട് എടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇത്രയും ചൂടുള്ള അന്തരീക്ഷമല്ല, അതുകൊണ്ട് ഒരുപാട് ഗ്രൗണ്ടിനൊക്കെ വലിപ്പം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലായിരിക്കും ഒരുപക്ഷെ ഇതിന്റെയൊക്കെ പ്രാധാന്യം ഉണ്ടായിരുന്നത്. ആൾക്കാർക്ക് മറ്റൊരു കാഴ്ചകളും കാണാനില്ല. അപ്പൊ അന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇതുപോലെ ആനകളെ പ്രദർശിപ്പിക്കുന്നതും ഈ കരിമരുന്ന് പ്രയോഗം അന്നത്തെ ഒരു ഇതിന്റെ ആചാരത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ചൂട് കൂടുതൽ, നമുക്ക് തന്നെ ഒരു 10 മിനിറ്റ് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയിൽ ഇത്രയും ചൂടില് ഈ ആനകളെ കൊണ്ടുവന്ന് അവിടെ നിർത്തുക, നമുക്കറിയാലോ ടാറെന്നൊക്കെ എത്രമാത്രം ചൂടാണ് വരുന്നത്. അതുപോലെ ആനയുടെ കാലും അതുപോലെ തന്നെ പറയുന്നത് അത് സോഫ്റ്റ് ആയിട്ടുള്ള കാലാണ്. ആനനെ കാണുന്ന പോലെ അല്ല അത്, പെട്ടെന്ന് അതിനെ ചൂട് ബാധിക്കും. പണ്ടൊക്കെ നടന്നാലും വന്നിരുന്നാലും വിശ്രമം എടുത്തും പല പറമ്പിൽ നിർത്തും. അവിടെ ചിലപ്പോൾ ഈ ആനക്കുളം ഒന്നും സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ വെള്ളം കോരി വയ്ക്കും, അല്ലെങ്കിൽ മണ്ണിട്ട് അങ്ങനെ ഒരു ചെറിയൊരു കൂളായിട്ട്. ഇതെന്ന് പറഞ്ഞാൽ ആനനെ ഇപ്പം കൊണ്ടുവരുന്നത് ലോറിയിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നല്ല ചൂടത്ത് ആന വരുന്നത്. വന്നു കഴിഞ്ഞാൽ നേരെ വേറെ വിശ്രമങ്ങളൊന്നും നേരെ ഇറക്കി കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ ഒരു പൂരം തുടങ്ങിയാൽ ചിലപ്പോൾ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ആയിരിക്കും പിരിക്കുന്നത്. അപ്പോൾ ആനക്കും അസ്വസ്ഥതകളുണ്ടോ, അത് പ്രകടിപ്പിക്കുന്നത് അതിനോട് ശരീരം വലുതായതുകൊണ്ട് ചെറുതായിട്ടൊന്നും അനങ്ങുമ്പോൾ തന്നെ ആൾക്കാർക്ക് പരിക്ക് വരുന്നുണ്ടത്. ആയിരിക്കില്ല, മനഃപൂർവ്വം കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ ആന ചെയ്യുന്നതായിരിക്കില്ല. ആനക്ക് ഉണ്ടാവുന്ന അസ്വസ്ഥത പ്രകടിപ്പിക്കുമ്പോൾ അടുത്ത ആൾക്കാരെ ഈ ആളുകളും പ്രകോപിപ്പിക്കാൻ നോക്കുമെന്നൊക്കെ പറയുമ്പോൾ വെറുതെ നിൽക്കുന്ന ആനയാണെങ്കിലും ഒന്ന് പോയി തോണ്ടുക, അല്ലെങ്കിൽ അതിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴും അവരും പ്രതികരിക്കുമല്ലോ. പല ആൾക്കാരും മനഃപൂർവ്വം ചിലപ്പോൾ മധ്യയിലൊക്കെ ആയിരിക്കും വന്ന ആനയുടെ കൊമ്പത്ത് പിടിച്ച് തൂങ്ങുക, വാല് പിടിച്ച് വലിക്കുക, കൊമ്പിൽ തൂങ്ങുക, ആ പരിപാടിയൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ചില സമയത്ത് ആന പ്രതികരിക്കും. പക്ഷെ പ്രതികരിച്ചാൽ നഷ്ടപ്പെടുന്നത് നമുക്കാണ്, ജീവനാണ് നഷ്ടപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇപ്പൊ സച്ചിദാനന്ദ സ്വാമിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ചിദാനന്ദപുരി അദ്ദേഹവും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. മുൻപ് ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ഇങ്ങനെ ആനയെ എഴുന്നള്ളിക്കണ്ട എന്നൊരു തീരുമാനം വരികയും രഥം ഉണ്ടാക്കി രഥത്തിൽ. അപ്പൊ ഇവരെല്ലാവരും പറയുന്നത് പരിഷ്കൃത സമൂഹത്തിനനുസരിച്ച് ആചാരങ്ങളിൽ മാറ്റം വരുത്തണം എന്ന് തന്നെയാണ്. ഇപ്പൊ ഈ മേൽവസ്ത്രം ഉപയോഗിച്ച ആളുകൾ അമ്പലത്തിൽ പ്രവേശിക്കരുതെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പറയുന്നത് ഒരുപക്ഷെ ആചാരത്തിൻ്റെതായ കുറെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇതിന് പിന്നിൽ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ ഒരു വിഭാഗം പറയുന്നത് ഇത് പൂണൂലിട്ടിട്ടുണ്ടോ, മേൽ ജാതിക്കാരനാണോ കീഴ്ജാതിക്കാരനാണോ എന്നൊക്കെ സവർണ്ണനെയും അത് തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മാറേണ്ടതാണ്. അല്ല, അത് ഇപ്പൊ 2 ഓപ്ഷൻ എടുക്കാനത് ഷർട്ട് ഇട്ട് കയറും എന്നുള്ളൊരു ഷർട്ട് ഇട്ട് കയറാം, ഇല്ലാത്തവർക്ക് അതില്ലാണ്ടും കയറാം. കാരണം നമുക്ക് പൊതുവെ ഉള്ള ഒരു തിരക്കുള്ള സമയത്ത് ചൂടത്തൊക്കെ നിൽക്കുമ്പോൾ ശരീരം നമ്മൾ മുട്ടുമ്പോൾ ആ ഒരു നമുക്ക് ഒരു ഭയങ്കര ഇറിറ്റേഷനാണ്. അതെല്ലാവർക്കും ഉണ്ടാകും. അത് പ്രത്യേകിച്ച് കേരളത്തിലെ ഗുരുവായൂർ അമ്പലത്തിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ക്യൂ ഒന്നുമില്ല. നമ്മൾ ശ്രീകോവിലിനകത്ത് എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഷർട്ടിനകത്ത് ആൾക്കാർ അവർക്ക് അല്ലാണ്ട് ആരെയും അകത്തേക്ക് കയറ്റില്ല അവർ. നേരെ മറിച്ച് പഴനിയിൽ അമ്പലമില്ല, പഴനിയിൽ ഷർട്ടിട്ട് കയറാം നമുക്ക്. അവിടെ അയക്കേണ്ട കാര്യമില്ല. അവിടെ ശ്രീകോവിലിൻ്റെ തൊട്ടടുത്തുള്ള അത് സ്പെഷ്യൽ ക്യൂവിൽ പൈസ കൊടുത്ത് നിന്നാൽ ആ വിഗ്രഹത്തിന് തൊട്ടടുത്ത് 1 മീറ്റർ അടുത്ത് വരെ പോയിരുന്നിട്ട് നമുക്ക് പൂജ കാണാം, എല്ലാം ചെയ്യാം.
നിങ്ങൾക്ക് അങ്ങനെ ഷർട്ട് മേൽവസ്ത്രം ഉപയോഗിച്ച് കയറണമെന്ന് നിർബന്ധമാണെങ്കിൽ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോയാൽ മതിയെന്ന്. അതായാലും മതി, ക്ഷേത്രങ്ങളിൽ പോകേണ്ട ആചാരം അത് ഈ ഭക്തരാണ് തീരുമാനിക്കേണ്ട. അവർ പോകാതിരുന്നാൽ മതി. അപ്പോൾ ഈ പൊതുവെ വരുമാനം കുറഞ്ഞ് ആളില്ലാണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഷർട്ട് ഇട്ട് കയറിക്കോളാൻ പറയും. അങ്ങനെ ഉണ്ടാവണത്. പിന്നെ പലപ്പോഴും ഈ ആചാരത്തിന്റെ ഭാഗമായി തന്ത്രിമാർ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറയും. അപ്പൊ ഈ അടുത്ത് ഈ ഇതിനകത്ത് വായിച്ചൊരു പോസ്റ്റ് തന്നെയാണ്, അങ്ങനെയാണെങ്കിൽ ഈ ക്ഷേത്രപ്രവേശന വിളംബരം തന്ത്രിയോട് ചോദിച്ചിട്ടാണല്ലോ ചെയ്തതെന്നുള്ളത്. തന്ത്രിയോട് ചോദിച്ചെങ്കിൽ ഒരിക്കലും നടക്കില്ലായിരുന്നത്. ശ്രീ തിരുനാളാണ്, ബാലരാമവർമ്മ തിരുനാളാണ് ഇത്. അതൊരു വളരെ തീരുമാനം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭക്തർക്ക് ഒന്നും അമ്പലത്തിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നത്. അതെ, അന്ന് അതിന് സാധിച്ചത് അതായത് പുരോഗമന ചിന്താഗതിക്കാരാണ് അന്ന് ഇതിന് മാറ്റം വരുത്തിയത്. അതുപോലെ ഇപ്പോഴും മാറണം. അതേപോലെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റാണ് തീരുമാനം എടുക്കേണ്ടത്. അമ്പലങ്ങളിൽ ഷർട്ട് ഇട്ട് പോകുന്നവർക്ക് പോകാനുള്ള ഒരു അനുവാദം കൊടുക്കണം. ഇനി ഊരി കയറുന്നവർ ഊരി കയറിക്കോട്ടെ, അത് അവരിഷ്ടം. അതെ, പക്ഷെ ഇതിനെയൊക്കെ ഇപ്പൊ നേരെ മറ്റേ അതുപോലെ ഇപ്പൊ ഒരു പ്രൈവറ്റ് ബസ്സിൽ ഷർട്ട് ഊരി കയറുള്ളൂ എന്ന് പറഞ്ഞാൽ എത്ര പേര് പിന്നെ ആ ബസ്സിൽ കയറും? കുറെ പേര് കയറാണ്ടാവില്ലേ? ഷർട്ട് ഇടുന്ന ആൾക്കാരത് കയറില്ല. കാരണം ഈ ഇവരുടെ ശരീരത്തിൽ മുട്ടി നിൽക്കേണ്ട നേരിട്ട് തിരക്കുള്ള ബസ്സിൽ അത്തരത്തിലൊരു മാറ്റം നടക്കുമായിരിക്കുമല്ലോ പക്ഷേ ഈ സർക്കാരൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ സർക്കാർ ഇടപെടണം, രീതികളിലേക്കൊക്കെ മാറുമല്ലോ. അല്ല, അത് എല്ലാവർക്കും ഇല്ല. ഈ മതം തലക്ക് പിടിച്ചിരുന്ന ആൾക്കാർക്ക് മാത്രമേ നിർബന്ധമുള്ളൂ ഷട്ടൂരി കയറണം, ഞങ്ങൾ മറ്റേ ആഢ്യത്വം കാണിക്കാനുള്ള സ്ഥലമാണെന്നുള്ളൂ. അങ്ങനെയൊന്നുമല്ല. അമ്പലം ഭക്തിയുള്ളവർക്ക് അവിടുത്തെ ദൈവത്തോട് ആരാധിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് കൂടെ കയറാം. അതുപോലെ ഇപ്പൊ ഈ നമ്മൾ പറയുമല്ലോ ബ്രാഹ്മണന്മാർക്ക് മാത്രമാണ് ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അല്ലാത്ത ജാതിയിലുള്ള ആൾക്കാരും പൂജാരികളായിരുന്നു. പക്ഷെ പല സ്ഥലത്ത് വരെ നിയമിക്കാൻ ക്ഷേത്രം കമ്മിറ്റിക്കാരൊക്കെ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ക്ഷേത്ര കമ്മിറ്റിക്കാർ മാത്രമല്ല, പലപ്പോഴും ഭക്തജനങ്ങൾ തന്നെ ഈ ഒരു ബ്രാഹ്മണനല്ല എന്ന് പറയുമ്പോൾ ആ ഒരു വ്യത്യാസം അതും ഇപ്പോഴും ഭക്തന്മാരുടെ ഉള്ളിലും ആ ഒരു ചിന്താഗതിക്ക് മാറ്റം വരേണ്ട സമയമൊക്കെ അതിക്രമിച്ചു. ഒരുപാട് പേരുടെ ഉള്ളിൽ. കാരണം ബ്രാഹ്മണർ എന്ത് കർമ്മങ്ങൾ പഠിച്ചിട്ടാണോ ചെയ്യുന്നത് അതെല്ലാം പഠിച്ചാണ് ഇവരും വന്നേക്കുന്നത്. അതിൻ്റെ കോഴ്സും പരീക്ഷയും അത് കഴിഞ്ഞുള്ള അമ്പലങ്ങളിലെ പ്രാക്ടിക്കലും എല്ലാം കഴിഞ്ഞാണ് അവർ വലിയ ക്ഷേത്രങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു ബ്രാഹ്മണൻ എന്ത് ചെയ്യാൻ പറ്റും അത് അവരും ചെയ്യുന്നുണ്ട്. പിന്നെ അത് ബ്രാഹ്മണനല്ലാത്ത ഭക്തർക്ക് പോലും അങ്ങനെ തന്നെയാണ്. അത് നമ്മളുടെ ഉള്ളിൽ വർഷങ്ങളായിട്ട് കിടക്കുന്ന ഒരു ചിന്തയാണത്. കാരണം ബ്രാഹ്മണൻ ചെയ്താലേ അത് പൂർണ്ണതയിലെത്തുള്ളൂ. പ്രസാദം തരുമ്പോൾ അനുഗ്രഹിച്ച് കാണിക്കുമ്പോൾ ബ്രാഹ്മണന്റെ അനുഗ്രഹം കാര്യമാണ് എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. നമ്മളുടെ MP-യും കേന്ദ്ര സഹമന്ത്രി വരെ പറയുന്ന അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കണം, അതാണ് പുള്ളിയുടെ ആഗ്രഹം പറയുന്നത്. എന്നാൽ ബ്രാഹ്മണൻ എന്നുള്ള വാക്ക് മാറ്റിയിട്ട് എനിക്ക് തന്ത്രിയായിട്ട് ജനിച്ച് അയ്യപ്പൻ്റെ അടുത്തിരിക്കണമെന്ന് പറഞ്ഞെങ്കിൽ കുറച്ചും കൂടി മര്യാദ ഉണ്ട് അതിനകത്ത്. അപ്പോഴും പ്രയോഗിച്ച വാക്കാണ് ബ്രാഹ്മണനായിട്ട് വരണം, ഉന്നത കുലജാതനായിട്ട് ജനിക്കണം എന്നുള്ളത്. പക്ഷെ ബ്രഹ്മം അറിയുന്നവനെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അതിപ്പോ ബ്രഹ്മം അറിയാൻ ആർക്കും ശ്രമിക്കാം. അതിനകത്തേക്ക് ശ്രദ്ധ കൊടുത്ത് പഠിച്ചാൽ ആർക്കും ബ്രഹ്മത്തെ അറിയാൻ പറ്റും. അത് ബ്രാഹ്മണന്മാരുടെ മാത്രം കുത്തകയല്ല. അതിപ്പോൾ നമ്മുടെ ആൾക്കാർ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന പല വിഭാഗത്തിലുള്ള ആൾക്കാരും പഠിച്ച് അവർ ആ മന്ത്രം ആ ദീക്ഷ എടുത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പം അതുപോലുള്ള ആൾക്കാരെ അംഗീകരിക്കണം. അങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നാൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഷർട്ട് ആ പ്രവേശനത്തിനും ഈ വെടിക്കെട്ട് നിർത്തലാക്കുന്നതും അല്ലെങ്കിൽ ആന വേണ്ടെന്നോ എല്ലാ തീരുമാനവും ഓരോന്നായിട്ട് അങ്ങനെ വരുന്നതിനകത്ത്. കാരണം സമൂഹം പുരോഗമിക്കുമ്പോൾ മാറ്റങ്ങളും വരും. അപ്പോൾ ഈ പഴയ വേണ്ടാത്ത ആചാരങ്ങൾ, ക്ഷേത്രത്തിലെ ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ടാവും, പക്ഷേ വേണ്ടാത്ത ആചാരങ്ങൾ കുറേയൊക്കെ എടുത്ത് മാറ്റപ്പെടുകയും ചെയ്യും.